വചനമുണ്ടായിരുന്നു. വചനം രൂപമായി. മാലാഖമാരും മനുഷ്യരും പ്രപഞ്ചവും ഉണ്ടായി. ആദ്യ മാതാപിതാക്കളായിരുന്നു ആദവും ഹവ്വയും. അവരുടെ മക്കളിൽ മൂത്തവരായിരുന്നു കായീനും ആബേലും. കായീൻ കൃഷിക്കാരനും ആബേൽ ആട്ടിടയനുമായിരുന്നു. നെറ്റിയിലെ വിയർപ്പൊഴുക്കി അവർ കാലയാപനം കഴിച്ചിരുന്നു. പക്ഷേ സാത്താൻ ഉറങ്ങിയില്ല. അവൻ ഇനി ഉറങ്ങുകയുമില്ല. തകർക്കും, ഞാൻ തകർക്കും. ഈ ലോകം മുഴുവൻ ഞാൻ തകർത്ത് തൈപ്പണമാക്കും. മനുഷ്യനെ മനുഷ്യനെതിരായും സഹോദരനെ സഹോദരനെതിരായും തിരിക്കും. അവരെ തമ്മിലടിപ്പിക്കും. എനിക്ക് തുറന്നിട്ടിരിക്കുന്ന മനുഷ്യ ഹൃദയങ്ങളിൽ ഞാൻ നരകത്തിന്റെ വിഷവിത്തുകൾ വിതയ്ക്കും. നരകം, നരകം, ഈ ഭൂമി ഞാൻ നരകമാക്കി മാറ്റും. ആദം, നിന്റെ സന്തതി പരമ്പരകളുടെ പിന്നാലെ ലോകാവസാനം വരെ ഞാൻ ഉണ്ടായിരിക്കും. ഞാൻ സാത്താൻ. എനിക്ക് നിലത്ത് നിന്ന് നല്ലതും ചീത്തയും ലഭിച്ചു. അവ തന്നെ തിരികെ കൊടുത്ത് ഞാൻ അയാളുടെ കടം വീട്ടും. കായൻ, ഏറ്റവും നല്ലതും മനോഹരങ്ങളുമായ ഫലങ്ങളാണ് നാം യഹോവയ്ക്ക് ബലിയർപ്പിക്കേണ്ടത്. പ്രപഞ്ചത്തിലെ സകല ചരാചരങ്ങളെയും പക്ഷിമൃഗാദികളെയും നമുക്ക് വേണ്ടി സൃഷ്ടിച്ച നല്ലവനായ യഹോവയിൽ നാം വിശ്വാസം അർപ്പിക്കുക. കായൻ, നമ്മുടെ എല്ലാ കഷ്ടതകളിൽ നിന്നും ആപത്തുകളിൽ നിന്നും യഹോവ നമ്മെ രക്ഷിക്കുമെന്ന ഉറച്ച വിശ്വാസം എനിക്കുണ്ട്. യഹോവയിൽ വിശ്വാസം അർപ്പിക്കുന്ന നീ ഒരു വിഡ്ഢിയാണ് ആബേൽ. നെറ്റിയിലെ വിയർപ്പൊഴുക്കി അധ്വാനിക്കുന്ന എന്നെ പേടും പതിരും തന്നെ അയാൾ കബളിപ്പിച്ചു. അവ തന്നെ വഴിപാടായി തിരികെ കൊടുത്ത് ഞാൻ അയാളെയും കബളിപ്പിക്കും. കായൻ, ഞാൻ പറയുന്നത് അവിവേകമാണെങ്കിൽ കൊടുക്കണം. നാം പാപം ചെയ്യാതെ യഹോവയുടെ വാക്കുകൾ അനുസരിച്ച് നന്മ ചെയ്ത് ജീവിക്കണം. എന്റെ ബലിയർപ്പണത്തിൽ യഹോവ സംതൃപ്തനാണ്. ഞാൻ മണ്ണിൽ അധ്വാനിക്കുന്നവനാണ്. നിനക്ക് ആടുകളുടെ പിന്നാലെ നടന്നാൽ മതി. ആബേൽ, ഏറ്റവും കൊഴുത്തതും കടിഞ്ഞൂലുമായ ആടിനെ ബലിയർപ്പിക്കുന്ന നീ ഒരു വിഡ്ഢിയാണ്. നല്ല കൊഴുത്ത ഒരു ആട്ടിൻകുട്ടിയെ കൊണ്ടുപോയി അഗ്നിയിൽ എരിച്ചു കളയുക. പോ പോ, കൊണ്ടുപോയി ചുട്. പോ. നിന്റെ ബലിയിൽ നാം സംപ്രീതനായിരിക്കുന്നു. നിന്റെ ആടുമാടുകൾ 1000 വർദ്ധിക്കും. നീ അഭിവൃദ്ധിയിലേക്ക് ഉയരും. ഭൂമിയിലെ കഷ്ടതയിൽ നിന്നും നീ മോചനം പ്രാപിക്കും. കായീൻ, കായീൻ, നീ കോപിക്കുന്നതെന്തിന്? നിന്റെ മുഖം വാടുന്നതെന്തിന്? നീ നന്മ ചെയ്തിരുന്നുവെങ്കിൽ ഞാൻ പ്രസാദിക്കുമായിരുന്നു. നന്മ ചെയ്തില്ലെങ്കിലോ പാപം വാതിൽക്കൽ നിൽക്കുന്നു. നന്മയിലൂടെ ജയിച്ചു കീഴടക്കേണ്ടിയിരിക്കുന്നു. കായൻ, യഹോവയുടെ വാക്കുകൾ നാം കേട്ടില്ലേ?
അതനുസരിച്ച് അവിടുന്ന് വിശ്വാസം അർപ്പിച്ച് നാം ജീവിക്കണം. ആബേൽ, നിന്റെ ഉപദേശം എനിക്ക് ആവശ്യമില്ല. എന്നെ ഉപദേശിക്കാൻ വന്നിരിക്കുന്ന നിന്നെ ഞാൻ നിൽക്കവിടെ. നശിപ്പിക്കും, ഞാൻ നശിപ്പിക്കും, സകലതും ഞാൻ നശിപ്പിക്കും. എന്റെ ആഗ്രഹങ്ങൾ സഫലമാകാൻ പോകുന്നു. ഞാൻ വിതച്ച നരകത്തിന്റെ വിഷവിത്തുകൾ കൊയ്യുവാൻ പാകമായിരിക്കുന്നു. ആബേലിനെ നീ കൊല്ലണം. അവന്റെ രക്തം എനിക്ക് കാണണം. അവന്റെ ചുരുക്തം എനിക്ക് കുടിക്കണം. എന്നെ കൊല്ലരുത് കായൻ, സഹോദരനായ കായൻ, ഞാൻ പറയുന്നത് കേൾക്കൂ. എന്നെ അടിക്കരുത് കായൻ, 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 കായൻ. ഇനി നീ ജീവിച്ചിരിക്കാൻ പാടില്ല. നിന്നെ ഞാൻ കൊല്ലും. യഹോവയിൽ വിശ്വസിക്കുന്നുവെങ്കിൽ അയാൾ നിന്നെ രക്ഷിക്കട്ടെ. ഞാൻ വിജയിച്ചിരിക്കുന്നു. നീ പാപം ചെയ്തിരിക്കുന്നു. ഇനി നീ എന്റെ അടിമയാണ്. കായേൻ, കായേൻ, നിന്റെ സഹോദരനായ ആബേൽ എവിടെ? ആബേൽ എവിടെ? എനിക്കറിയില്ല. ഞാൻ അവന്റെ കാവൽക്കാരനാണോ? നീ അവനെ എന്തു ചെയ്തു? നിന്റെ സഹോദരന്റെ രക്തം ഭൂമിയിൽ നിന്നും എന്നോട് നിലവിളിക്കുന്നു. നിന്റെ സഹോദരന്റെ രക്തം ഏറ്റുവാങ്ങുവാൻ വായി തുറന്നിരിക്കുന്ന ഈ ദേശം വിട്ട് നീ പോകണം. നീ കൃഷി ചെയ്യുന്ന നിലം നിനക്കതിന്റെ വീര്യം തരികയില്ല. നീ ഭൂമിയിൽ ഉഴലുന്നവനാകും, ശാപഗ്രസ്തനായി ഉഴലുന്നവനാകും. ഞാൻ ഈ ഭൂമിയിൽ ഉഴലുന്നവനാകും, ശാപഗ്രസ്തനായി ഉഴലുന്നവനാകും. എനിക്കിനി രക്ഷയില്ല. എനിക്കിനി രക്ഷയില്ല. എനിക്കിനി രക്ഷയില്ല. എനിക്കിനി രക്ഷയില്ല. സ്നേഹവും കുടുംബസ്നേഹവും പലപ്പോഴും നഷ്ടപ്പെടുന്ന ഈ പുതിയ കാലത്ത് നാം ഓർക്കുക, തുറന്നുകിടക്കുന്ന പാപമനസ്സുകളിലേക്ക് കടന്നു കയറാൻ സാത്താൻ പതിയിരിക്കുന്നു. അതുകൊണ്ട് സർവനാശത്തിന് വഴിയൊരുക്കാതെ സ്നേഹത്തിന്റെ വിത്തുകൾ പാകി നന്മയുടെ വിളവെടുപ്പിനായി നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. വാഴ്ത്തുന്നു ദൈവമേ നിൻ മഹത്വം, വാഴ്ത്തുന്നു രക്ഷകാ നിന്റെ